നമസ്കാരം. കൊല്ലം ആയൂർ ഇളവക്കോട് ഭാഗത്ത് ആംബുലൻസും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായിരിക്കുന്നു. നിരന്തരമായ അപകടം ഉണ്ടാകുന്ന ഒരു വളവിലാണ് ഇത്തരത്തിലൊരു അപകടം ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറിന് മുമ്പ് ഉണ്ടായിരിക്കുന്നത്. ആംബുലൻസും കാറും തമ്മിലാണ് കൂട്ടിയിടിച്ച് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. കാറിലുണ്ടായിരുന്ന 6 പേരെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് ആംബുലൻസ് ഇവിടെ നിന്ന് നീക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. കാറിലുണ്ടായിരുന്നവരെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആംബുലൻസിലുള്ള രോഗിയടക്കമുള്ള ചില ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. രോഗിയെ കൊണ്ട് RCC ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരോഗ്യ കുഴപ്പമുണ്ട്. രോഗിയെ MCHിലോട്ട് ആംബുലൻസിൽ കയറ്റി വിട്ടു. ഞാനുൾപ്പെടെ 4 പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. പേഷ്യൻറ്റും ബൈസ്റ്റാൻഡറും കുന്നിക്കോടാണ് സ്ഥലം. ഈ ആംബുലൻസ് ഇരുന്നവർക്ക് പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. അവരെല്ലാം കയറ്റി വിട്ടു. കാറ് നേരെ നമ്മുടെ ഓപ്പോസിറ്റ് വന്നിരുന്ന കാറ് നേരെ നമ്മുടെ സൈഡിലോട്ട് വന്ന് വണ്ടിക്കകത്ത് കയറി ഇരിക്കുകയായിരുന്നു. ഇവിടെ നടന്ന ആക്സിഡൻ്റാണ്. ഒരു ആക്സിഡൻറ്റ് നടന്ന ഒരു 2 മിനിറ്റുകളിൽ ഞാൻ ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന സമയത്ത് ആംബുലൻസിൽ ഉള്ള യാത്രക്കാരെ അവർ ഹോസ്പിറ്റലിലേക്ക് വിട്ടേക്കായിരുന്നു. പിന്നെ കാറിലുള്ളവരെ ഒരു 3 പേരെ മെഡിക്കലിലോട്ടും വിട്ട് ഡ്രൈവർ കുടുങ്ങി കിടക്കുകയായിരുന്നു. പിന്നെ ഡ്രൈവറെ ഫയർഫോഴ്സ് വന്ന് അവസാനം വെട്ടിപ്പൊളിച്ചിട്ടൊക്കെയാണ് ഡ്രൈവറെ എടുക്കാൻ കഴിഞ്ഞത്. ഡ്രൈവറെ കാലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കൈയും പ്രശ്നമാണ്. അതിൽ പിറകിലിരുന്ന, അതായത് കാറിലുണ്ടായിരുന്ന 2 പയ്യന്മാരും ഒരു ചെറുക്കന് അത്യാവശ്യം സീരിയസ് ആണ്. തലയിൽ ഇൻഷുറിയൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം പ്രശ്നങ്ങളാണ്. ബാക്കി ഈ കാറിൽ കുട്ടികളുണ്ടായിരുന്നു. കാറിൽ 2 പയ്യന്മാരാണ്. 2 പയ്യന്മാരും 2 സ്ത്രീകളും. പിന്നെ മൊത്തം 6 പേരായിരുന്നു എന്നാണ് പറയുന്നത്. 6 പേരുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോഴേക്കും 2 പേരെ അവർ ആംബുലൻസിലേക്ക് കൊണ്ടുപോയായിരുന്നു. ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ ഒരു ആക്സിഡൻറ്റ് മേഖലയാണ്. 6 മാസത്തേക്ക് മുമ്പ് ഇതുപോലെ ഒരു ആക്സിഡൻറ്റ് നടന്നു. ഇപ്പോൾ എങ്ങനെ നടന്നത്? അത് അവിടെ നിന്ന് വന്ന ആംബുലൻസ് ഇവിടെ നിന്ന് പോയി ആംബുലൻസ് കൂടെ കൂട്ടിയിരിക്കുകയായിരുന്നു. ആംബുലൻസ് കാറും കൂടെ. ഇത് കറക്റ്റ് അറിയത്തില്ല. ഞാൻ ഇപ്പോൾ കുറച്ച് നേരം ആളുകൾ വന്നിട്ടുണ്ട്. ഇല്ല, കടയിൽ ചോദിച്ചാൽ അറിയാം. അവരിവിടെ ഇവരെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും ശ്രദ്ധിക്കും. നമുക്കറിയത്തില്ല, ആർക്കും ഒരു സംഭവം അറിയത്തില്ല. കൊച്ചു സീരിയസ് ആയിട്ടാണെന്ന് പറഞ്ഞു.